ഇപ്പം എക്സാം ഫിയർ ഉള്ള ഒരു കുട്ടിക്ക് എത്ര പഠിച്ചു പോയാലും മറന്നു പോകുന്നു. അപ്പോൾ അത് പേടിയാണല്ലോ അതിനകത്തുള്ള കാരണം. അപ്പോൾ അതിനകത്ത് രാവിലെ ഇരുന്ന് ഈ കുട്ടി മാനിഫെസ്റ്റ് ചെയ്യാണ്, ഞാൻ എക്സാം ശരിയാവും എന്ന് പറഞ്ഞു പോയാൽ എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരാളോട് പറയുകയാണ്, ഇപ്പം 222 എന്ന് പറഞ്ഞാൽ ഫാൻസി നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചിലത്, ഇത് ചില ആൾക്കാർ എപ്പോഴും കാണും, അയാൾ നോക്കുന്നിടത്തൊക്കെ കാണും, മൊബൈൽ നോക്കുമ്പോൾ സമയം കാണുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ഒരു നമ്പറുമായിട്ട് കോൺസെൻട്രേറ്റഡ് ആകുകയും ഈ നമ്പർ നമ്മൾ നോക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ് ആണെന്ന് അല്ലെങ്കിൽ ഇയാൾക്ക് ഗുണമുണ്ടാക്കുന്ന നമ്പറാണെന്നുള്ളൊരു സജഷനാണ് ഇയാൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് എപ്പോഴും പോസിറ്റീവായിട്ട് വർക്കൗട്ട് ആവും. നേരെ മറിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനെ നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ ഈ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ മാറ്റി ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള സന്തോഷമുള്ളതാക്കുന്നതായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ വരുത്താൻ പറ്റുന്നത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സന്തോഷം ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ആവും. നിതേഷ് സാർ, മാനിഫെസ്റ്റേഷൻസും ഈ ജപവും എന്ന് പറയുന്നത് റിലേറ്റഡ് ആണോ? മാനിഫെസ്റ്റേഷൻ്റെ കാര്യം നമ്മളിപ്പം നേരത്തെ 1-2 തവണ പറഞ്ഞല്ലോ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, റാൻഡം തോട്ട്സ് വരുന്നു. അതിന് നമ്മൾ പർപ്പസ്ഫുള്ളി ഇരുന്നിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റിരിക്കുന്നു, എണീറ്റ് ഉടനെ പിന്നെന്താണ് നമ്മളെന്തോ വിഷൻ ബോർഡ് പരിപാടിയൊക്കെ ബോർഡിൽ നോക്കുന്നു, ഞാൻ നന്നാവും, ഇതിങ്ങനെ കാണുന്നു. ഇത് ജപവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താന്ത്രിക വിധിപ്രകാരമുള്ള മന്ത്രങ്ങൾ എന്ന് പറഞ്ഞത് അർത്ഥവത്തിനപ്പുറത്തേക്ക് അതിന് ശബ്ദതരംഗങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഇപ്പം ഒരു ഗണപതിയുടെ മൂലഗണപതി മന്ത്രം ഗം ഗണപതി, ഗം എന്നുള്ള ശബ്ദത്തിനാണ് അതിനകത്ത് പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ മന്ത്രത്തെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മൈൻഡിൽ വരും. പിന്നെ മന്ത്രം നമ്മൾ ഇണമുറിയാതെ ജപിക്കുക എന്നൊക്കെയുള്ള കുറേ കറക്റ്റ് പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാ മന്ത്രങ്ങൾക്കും സ്യൂട്ടായിട്ടുള്ളൊരു ക്രമമല്ല. എല്ലാ മന്ത്രങ്ങളും ഇങ്ങനെ ജപിക്കാനും പറ്റില്ല. പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ നമ്മൾ രാവിലെ കുറച്ച് സമയം ഇരുന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? കുറച്ച് സമയം ഇരുന്ന് നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മളത് വിട്ടിട്ട് പഴയ നെഗറ്റീവ് തോട്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നോക്കണം. റാൻഡംലി വരുന്ന തോട്ട്സിനാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എഫക്റ്റ് കൂടി കാണാറ്, നമ്മൾ പറഞ്ഞതാണ് ഒരിക്കൽ. അപ്പോൾ അതൊന്നുകൂടി പറയണോ കാര്യം? അപ്പോൾ ഈ റാൻഡംലി വരുന്ന തോട്ട്സാണ്. അപ്പോൾ അതുപോലെ റാൻഡംലി പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവായിട്ടുള്ള ഫീലോട് കൂടി നമ്മൾ വർക്കൗട്ട് ആയാൽ അതിന് പവറുണ്ട്. നമ്മൾ പർപ്പസ്ഫുള്ളി ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പവറില്ല. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചത് ഒന്ന് തീർത്തി ചോദിക്കാം. ഇപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതും മെഡിറ്റേഷൻ എന്ന് പറയുന്നതും റിലേറ്റഡ് ആണോ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ബേസിക്കലി ഞാനും കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് വേണമെന്ന ആഗ്രഹമുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു എനിക്ക് അഭിനയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ നല്ലൊരു അഭിനേതാവാണ് എന്നുള്ളത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് എന്നെ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചാൽ, അല്ലെങ്കിൽ ഞാനതാവും എന്ന് പറഞ്ഞ് എത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ തന്നെ എത്തും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് റിയൽ ആണോ? അത് റിയൽ ആണോ എന്നുള്ളതും ഈ മെഡിറ്റേഷൻ തമ്മിൽ നമ്മളിപ്പോൾ പറയല്ലോ, നമുക്ക് ശാന്തി വേണം, മനസ്സമാധാനം വേണം. നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, നിങ്ങൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യും. മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളിപ്പം ചിലർ പറയും ഓം എന്ന് ചൊല്ലിക്കൊണ്ട് ജപിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചിലർ പറയും നിങ്ങൾ കണ്ണടച്ച് ഒരു പോയിന്റിലേക്ക്, ഇപ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അവരുടെ ദൈവത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജപിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാംനെസ് ഉണ്ടാവും. അത് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വേറൊരു വേർഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഇതിലിപ്പോൾ നമുക്ക് ഈ മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു ബീച്ചിൽ പോയിരിക്കാനായിരിക്കും, കുറച്ച് സമയത്ത് നമ്മൾ അറിയാതെ തിരമാല നോക്കി നമ്മളന്നങ്ങ് ഓഫാവും. അത് ഒരിക്കലും തോട്ടില്ലാതാവുക എന്ന് പറയുന്ന ഒരു സംഭവമല്ല. തോട്ടില്ലാതാവണമെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കണം. അതായത് ഒരു കോമയിൽ കിടക്കുന്ന ആൾക്ക് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈന്യൂട്ട് തോട്ട്സിനെ കാണാൻ കഴിയും. ഇപ്പം ചിന്തകൾ ഒടുങ്ങുന്നതല്ല എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മളൊരു കുറച്ച് സമയത്തേക്ക് എല്ലാത്തുനിന്നും ഒന്ന് വിട്ടൊന്ന് റിലാക്സ് ആകും. റിലേ കട്ടാകുക എന്ന് പറയുന്നത് മറ്റേ റിലേ കട്ടാവുന്നതിനപ്പുറത്തേക്ക് റിലാക്സ് ആകുക നമുക്ക് പറയാം. കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക, എല്ലാത്തുനിന്നും ഒന്ന് ശാന്തമാകും. നമ്മൾ കടൽപ്പുറത്തൊക്കെ പോയിരിക്കുമ്പോൾ നമുക്കറിയാം, തിരമാലകളിലേക്ക് നോക്കി അല്ലെങ്കിൽ നല്ല ശാന്തമായ ഒരു പുഴയുടെ അടുത്ത് പോയാൽ ഇത് നമ്മളെല്ലാവരിലും സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു റൂമിൽ പോയിട്ട് ചുമ്മാ ഒന്നിങ്ങനെ ഇരുന്ന് ഫാൻ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചില സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് സെറ്റാവും. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് നമ്മൾ തന്ത്രത്തിലുള്ള ചില മെഡിറ്റേഷൻ ടെക്നിക്സ്. ഇപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തകളെ വെച്ചിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതൊരിക്കലും മനസമാധാനം കിട്ടുമെന്നുള്ളത് സംശയമാണ്. കാരണം നമ്മളിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് നാളെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കാനുള്ള ആളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ റാൻഡം നെഗറ്റീവ് കയറി വരും. ഞാൻ അഭിനയിച്ചാൽ ശരിയാകുമോ? പിന്നെ ഇത് തമ്മിലുള്ളൊരു ക്ലാഷസ് സംഭവിക്കും.
ഇതെന്താണെന്ന് വെച്ചാൽ ബ്രെയിന് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 നോബ് ഉണ്ടല്ലോ അല്ലേ. ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, റിയാലിറ്റി ബേസ് ചെയ്തിട്ട്. മറ്റേത് ഭയങ്കര കാവ്യാത്മകതയാണ്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് നോബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാനിഫെസ്റ്റേഷൻ നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് കാവ്യാത്മകമായിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിരിക്കും, ഉള്ളിൽ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ആഗ്രഹത്തിന് നെഗറ്റീവായി നിൽക്കുന്ന റിയാലിറ്റി മുഴുവൻ ലെഫ്റ്റിനകത്ത് കിടപ്പുണ്ടാവും. ഇയാൾ കയറി അടിക്കും, ഇവർ തമ്മിലാണ് അടി. അപ്പോൾ നമ്മളോട് തന്നെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിന് മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള റാൻഡംലി വരുന്ന തോട്ട്സ്, ഇതാണ് നമ്മുടെ റിയാലിറ്റി. ഇത് നമുക്ക് കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, ഇപ്പോൾ തന്ത്രത്തിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ദുരിതാവസ്ഥ എന്നൊക്കെ പറയാം, സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ട്രോമാസ്, നമുക്ക് വരുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം കൊണ്ടാണ് നമുക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സിനെ നമ്മൾ റീവയർ ചെയ്തിട്ട് പുതിയതാക്കി എടുക്കാൻ നമുക്ക് സഹായകമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റിംഗ് തോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങൾ എഫക്റ്റ് ആയിട്ട് എടുക്കാം. ഇതിന് നമുക്ക് വിജ്ഞാന ഭൈരവതന്ത്രം പോലത്തെ ഇതിനകത്തൊക്കെ നമുക്ക് താന്ത്രികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതിൻ്റെ ചില മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു മെഡിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ നമ്മൾ ശുക്രദശയുടെ കാര്യം പറഞ്ഞ പോലെ നാളെ നല്ലത് നടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നടക്കുന്ന സാധ്യതകൾ ചിലപ്പം വളരെ കുറവായിരിക്കും. പൊതുവെ ഒരു പൗലോ കൊയ്ലോയുടെ ബുക്കിൽ പറയുന്നുണ്ടല്ലോ, എല്ലാവരും എപ്പോഴും കോട്ട് ചെയ്ത പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമോ, അപ്പൊ അങ്ങനെ കൂടെ നിൽക്കുമോ? അല്ല, അത് കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം നമുക്ക് കൂടെ നിൽക്കണം എന്നല്ലേ പ്രപഞ്ചം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് റാൻഡംലി ഉള്ള ഒരു പേടി, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരാൾക്ക് കറുത്ത പൂച്ചയെ പേടിയാന്ന് വിചാരിക്കും. അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടാവും, സൈക്കോളജിക്കലി, ട്രോമ ബേസിക്കലി ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അയാളോട് നമ്മൾ പറയാം കറുത്ത പൂച്ച നിൻ്റെ സുഹൃത്താന്ന് നമ്മൾ 10 ദിവസം പറഞ്ഞാൽ അയാൾക്ക് പേടി പോവില്ല. അയാൾക്ക് ഈ പേടി ഉണ്ടാകാവുന്ന ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായി അതിനെ മാറ്റിയാൽ മാത്രമല്ലേ അത് മാറുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും മറ്റേ ആൾ എനിക്കിട്ട് പണി വയ്ക്കുന്നു ഇല്ലേ. അപ്പോൾ ആ ഒരു തോട്ട് ക്ലിയറായി എടുക്കുക എന്നുള്ള ചില പ്രോസസ്സ് ഉണ്ട്. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ത്രവിധാനങ്ങളും താന്ത്രിക ക്രമങ്ങളും ഇതുപോലെ ജ്യോതിഷ വിധി പ്രകാരം അയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാവുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സർവ്വ വിജയപ്രദ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും വിജയം കൊടുക്കുന്ന യന്ത്രമുണ്ട്. അത് അയാൾക്ക് അയാളുടെ മെൻ്റൽ തോട്ട്സ്, അയാളുടെ പ്രോസസ്സൊക്കെ കറക്റ്റ് ആകുമ്പോഴേക്ക് വിജയിക്കാൻ പറ്റും അല്ലേ. ഇപ്പം എക്സാം ഫിയർ ഉള്ള ഒരു കുട്ടിക്ക് എത്ര പഠിച്ചു പോയാലും മറന്നു പോകുന്നു. അപ്പോൾ അത് പേടിയാണല്ലോ അതിനകത്തുള്ള കാരണം. അപ്പോൾ അതിനകത്ത് രാവിലെ ഇരുന്ന് ഈ കുട്ടി മാനിഫെസ്റ്റ് ചെയ്യാണ്, ഞാൻ എക്സാം ശരിയാവും എന്ന് പറഞ്ഞു പോയാൽ എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ എക്സാം ഫിയറിന് ഉണ്ടാകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ എന്താണെന്ന് കണ്ടെത്തി അതിനെ മാറ്റിയാലേ എന്ത് ശരിയാവുള്ളൂ, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുള്ളൂ. സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാവരും ഇമോഷൻസ് അല്ലെങ്കിൽ മൈൻഡിൻ്റെ കൺട്രോളാണല്ലോ. ചില ആൾക്കാർ പറയാനുണ്ട് ഇന്ന നമ്പറുകൾ, അല്ലെ ചില ഹോട്ടലുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ 13 എന്ന നമ്പർ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഈ ന്യൂമറോളജി പറയുന്നതും നമ്മുടെ മൈൻഡും തന്നെയാണോ? അല്ല, ന്യൂമറോളജിക്കലി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ നമ്പേഴ്സ്, നമ്മളിപ്പോൾ റോമൻ നമ്പേഴ്സ്, അതുപോലെ നമുക്ക് ഭാഷാപരമായിട്ട് പണ്ട് കാലത്ത് കുറേ നമ്പറുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ചിലത് ഭാഗ്യമായിട്ട് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഭാഗ്യമായി പറയുന്ന, ചില സ്ഥലങ്ങളിൽ മോശമായിട്ട് പറയുന്ന ക്രമങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ 2 തരത്തിലുള്ള അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്ന അയാൾക്ക് ഈ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ന്യൂമറോളജിക്കലി ആണെങ്കിലും ജ്യോതിഷപരമാണെങ്കിലും. അതായത് ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ 13 പ്രശ്നമാണെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിന് 13 പ്രശ്നമാണെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ അത് ലക്കി നമ്പർ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താ? അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ കുറേ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് നമ്മളിപ്പോൾ എന്താ പറയുക, ബ്ലൂ കാർ എഫക്റ്റ്, റെഡ് കാർ എഫക്റ്റ്, അങ്ങനെ എന്തോന്ന് പറയും. നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങാനിരിക്കുമായിരിക്കും. ഇപ്പോൾ സ്കോർപ്പിയോനാണ് വാങ്ങാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റോട്ടിൽ എവിടെ നോക്കിയാലും സ്കോർപ്പിയോ കാണും. കണ്ടിട്ടില്ലേ? ഇതിനാണ് ഇത് ബ്ലൂ കാറാണോ റെഡ് കാറാണോ എന്ന് അറിയില്ല, ഒരു എഫക്റ്റ് എന്നാണ് അതിൻ്റെ പേര്, ബ്ലൂ കാർ എഫക്റ്റ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഇത് എപ്പോൾ നോക്കിയാലും ഈ നീല കളർ കാറ് കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി കാണുന്ന പോലെ. ഇപ്പോൾ ഒരാളോട് പറയുകയാണ്, ഇപ്പം 222 എന്ന് പറഞ്ഞാൽ ഫാൻസി നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചിലത്, ഇത് ചില ആൾക്കാർ എപ്പോഴും കാണും, അയാൾ നോക്കുന്നിടത്തൊക്കെ കാണും, മൊബൈൽ നോക്കുമ്പോൾ സമയം കാണുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ഒരു നമ്പറുമായിട്ട് കോൺസെൻട്രേറ്റഡ് ആകുകയും ഈ നമ്പർ നമ്മൾ നോക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ് ആണെന്ന്, അല്ലെങ്കിൽ ഇയാൾക്ക് ഗുണമുണ്ടാക്കുന്ന നമ്പർ ആണെന്നുള്ളൊരു സജഷനാണ് ഇയാൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് എപ്പോഴും പോസിറ്റീവായിട്ട് വർക്കൗട്ട് ആവും.
നേരെ മറിച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനെ നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞത്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ, ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് 22 എന്നുള്ള നമ്പർ ഞാൻ കാണുന്നിടത്തെല്ലാം കാണുന്നു എന്ന് എല്ലാവരും തോന്നൽ എനിക്ക് വന്നാൽ ഞാൻ പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനി മുതൽ 55 എന്നുള്ള നമ്പർ കാണണം എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കാണില്ല. അങ്ങനെ കാണില്ല. കാരണം അത് ഒരു, ഞാൻ പറയട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കും, മനസ്സെന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ബ്രെയിനിന്റെ വർക്ക് ചെയ്യുന്ന പ്രോസസ് അങ്ങനെ ഒരു സയന്റിഫിക്കലി നമുക്ക് സെന്റിമെന്റലി ഫീലിംഗ് വരുന്ന എവിടെയാ? അത് നമ്മുടെ ഇമോഷണൽ, നമ്മുടെ പലപ്പോഴും ഹൃദയത്തിലാണ്. അതെന്താ ഹൃദയത്തിൽ ഫീൽ ചെയ്യാൻ കാരണം? കാരണം നെഞ്ച് ആ ഒരു ശ്വാസമായിരിക്കും, ഹാർട്ട് ബീറ്റിന് വേരിയേഷൻസ് വരും അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സെന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടിട്ടാ പറയാം, എൻ്റെ മനസ്സ് സുഖമില്ല അങ്ങനെ നമ്മൾ പറയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പറയാം, എൻ്റെ മനസ്സ് തൊട്ട് പറയാന്ന് ഇവിടെ തൊട്ടിട്ടല്ലേ പറയാം. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ടോ? പക്ഷെ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ് അല്ലേ? തലച്ചോറിനകത്ത് വരുന്ന തോട്ട്സിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ഒക്കെയാണ് ഈ മനസ്സ് നമുക്ക് ആകത്തുകയായിട്ട് പറയാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇമോഷൻസ്, ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക തോട്ട്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഓരോ വ്യക്തികൾക്കും ഈ തലച്ചോറിനകത്തുള്ള തോട്ട് പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അത് നമ്മളെ ഹാബിച്വൽ, ഈ പറഞ്ഞ പോലെ ന്യൂറോ വയറിങ് അല്ലെ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതിങ്ങനെ വലിച്ച് പ്ലാസ്റ്റിസിറ്റി സ്വഭാവമുള്ള ഒരു സാധനമാണ് നമ്മുടെ ന്യൂറോ വയറിങ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്ഥിരമായി വിഷമം വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ആ വിഷമം ഉണ്ടാക്കുന്നതായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പോൾ ബ്രെയിനിന് ഇത് ശീലമാവും. ആ സമയത്ത് ഇത് കിട്ടാതെ വന്നാൽ അടുത്ത വിഷമത്തിൽ നമ്മൾ തപ്പിപ്പിടിക്കും. എങ്ങനെയാണോ നമ്മൾ ലഹരിക്ക് അടിമയാകുന്നത് അതുപോലെ. അപ്പോൾ ഇത്തരത്തിൽ ഈ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ മാറ്റി ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള സന്തോഷമുള്ളതാക്കുന്നതായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ വരുത്താൻ പറ്റുന്നത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സന്തോഷം ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ആവും. ഓട്ടോമാറ്റിക്കലി തോട്ട്സ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിനുള്ള റിസൾട്ടും വരും. പോസിറ്റീവ് തോട്ട്സ് റാൻഡംലി വരണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കരുത്. ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് മാറ്റാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മളതിനെ മുന്നോട്ട് കൂടാൻ, ഇപ്പം നമ്മൾ താന്ത്രിക വിധി പ്രകാരമാണ് അതിന് സഹായിക്കുന്നതായിട്ടുള്ള മന്ത്ര ചൈതന്യങ്ങൾ, മന്ത്രജപങ്ങൾ, അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വൈബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ചേഞ്ച് വരും. അങ്ങനെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാണത് വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പ്രത്യേകം നമ്പറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെയല്ല, പല നടന്മാരും നമുക്കറിയുന്ന ഏറ്റവും നമുക്ക് സുപരിചിതമായിട്ടുള്ള നടന്മാർ പോലും ഓരോ പേര് ന്യൂമറോളജിക്ക് അനുസരിച്ച് മാറ്റാറുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യം? അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഓരോ നമ്പർ എന്നുള്ളതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മനയേവ മനുഷ്യനാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനസ്സിന് ഇപ്പം താങ്കൾ റൊണാൾഡോക്ക് 5 ആണെന്ന് പറയുന്നത്, താങ്കൾക്ക് 7 ആണെന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ 7 ഇട്ട് കഴിഞ്ഞാൽ താങ്കൾക്ക് ലക്കി ആവണമെന്നില്ല. അപ്പോൾ ഈ 7 എന്ന് പറയുന്ന നമ്പർ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി സയൻറ്റിഫിക്കലി പറഞ്ഞാൽ, ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില കളറിനോട് ഭയങ്കര, ഇപ്പോൾ സൈക്കോതെറാപ്പി പോലത്തെ സെറ്റപ്പിലൊക്കെ നമ്മൾ പല മിക്സ് ചെയ്തിട്ടുള്ള കളറൊക്കെ പാറ്റേൺ ആയിട്ട് കാണിക്കും. ഇത് കാണിക്കുമ്പോൾ ഇവിടെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ചിന്തകൾക്കകത്ത് കിടക്കുന്ന ട്രോമാസൊക്കെ ഇളകി പുറത്തേക്ക് വരും, അവരതിനെ റിയലൈസ് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിംബൽസ്, അത് ഈ നമ്പർ എന്ന് പറഞ്ഞ ഒരു സിമ്പിളാണല്ലോ, ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ ഇയാൾ 7 ലക്കി നമ്പറാണെന്ന് ഇയാൾ അറിയാതെയാണെങ്കിലും, ഈ അറിയാതെ എന്നൊക്കെ പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി എടുക്കാത്തൊരു സാധനമാണ്. നമ്മൾ ഈ ഇഗ്നോർ ചെയ്യുന്നതെല്ലാം ബ്രെയിൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ താങ്കൾ ഞാൻ പറയുകയാണ്, ഞാൻ അറിയാതെ ആണിത് ചെയ്യുന്നത് എന്ന് പറയുന്നു. 7 എന്നുള്ള നമ്പർ എനിക്ക് ലക്കിയാന്ന് അറിയില്ല, ഓക്കെ. പക്ഷേ ഈ 7 എന്ന് പറയുന്ന ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ അറിയണമെന്നില്ല. അങ്ങനെയാകുമ്പോൾ അത് പോസിറ്റീവായിട്ട് വർക്കൗട്ട് ആവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല? അതായത് ഇപ്പം നമ്മൾ ഒരു ബൈക്കിൽ ഇങ്ങനെ പോവുക, അപ്പോൾ അവിടെ കാക്കി കളർ, എന്തുകൊണ്ട് പോലീസിന് കാക്കി കളർ കൊടുക്കുന്നത്? അതറിയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളറിന് നമ്മൾ പെട്ടെന്ന് ഒരു ആന്തൽ, കാണാത്തൊരു കളർ, ഒരു ഇത് കാണാനൊരു സാധ്യത, എന്താ പറയുക, ഒരു പെർട്ടിക്കുലർലി ഒരു അറ്റൻഷൻ നമുക്ക് അങ്ങനെ പോകും. അതിപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ കളറാണ് പോലീസിന്. ചിലപ്പോൾ അത് നാളെ ആൾക്കാർ ചോദിക്കും, മറ്റേ അമേരിക്കയിൽ കറുപ്പാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സോക്കോൾഡ് കളറുകൾക്ക് പെട്ടെന്ന് നമ്മുടെ അറ്റൻഷനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതിപ്പം കാക്കിയ പേടി ഇല്ലെങ്കിലും നമ്മളവിടെ ഒന്ന് സ്റ്റക്കാവും, ഒന്ന് ശ്രദ്ധിക്കും, ഒരു അവയർനെസ് വരും. അത് വരുത്താനാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരു കളറ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന പോലെ, നമ്മുടെ ബ്രെയിനിനകത്തൊരു ചേഞ്ച് ഉണ്ടാകുന്ന പോലെ, ഇപ്പം മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന പോലെ
ഈ ചില നമ്പറുകൾ എന്ന് പറയുന്ന സിമ്പൽ അത് അവരെ ഡയറക്റ്റ്ലി അവരെ എഫക്റ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളുടെ ബന്ധുവും ശത്രുവും മിത്രവും ഒക്കെ നമ്മൾ തന്നെയാന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇത് സ്പെസിഫിക്കലി സഹായിക്കുന്നു. ഓക്കെ, അങ്ങനെ അല്ലാതെ ഇപ്പോൾ 10 എന്നുള്ള നമ്പറെ പൊതുവെ ഒരു കായിക മേഖലയിൽ സ്പോർട്സിൽ ഒരു ദൈവത്തിന്റെ നമ്പറായിട്ടാണ് പറയാറ്. അതായത് മെയിൻ താരങ്ങളെല്ലാം കളിക്കുന്ന ആ നമ്പർ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും ദൈവത്തിന്റെ ലെവൽ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ എടുക്കാം, ഇപ്പോൾ ലയണൽ മെസ്സിനെ എടുക്കാം. അതിന് മുമ്പ് ഐ തിങ്ക് മറഡോണയാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം 10ലാണ് കളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു നമ്പർ ഉപയോഗിക്കുന്നവരെല്ലാം, അപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് എന്തുകൊണ്ടായിരിക്കും 10 തിരഞ്ഞെടുത്തത്? അല്ല, അതിനിപ്പം വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം 10 എന്ന് പറയുന്ന നമ്പർ ഒരു ദൈവത്തിൻ്റെ നമ്പർ, അത് എല്ലാവർക്കും കൊടുക്കുന്നുമില്ലല്ലോ. അത് വലിയ വലിയ പ്ലേയേഴ്സിനല്ലേ ഇത് കൊടുക്കുന്നു. അവർ ഓൾറെഡി വലിയ പ്ലേയേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മൾ 10 കൊടുക്കുന്നത് അവരുടെ ഒരു അംഗീകാരം പോലെ കൊടുക്കുന്നത്. ഇപ്പം സാധാരണ ഇന്നിപ്പം നമ്മളിപ്പം കളിക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 10 നമ്പർ കിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ലക്കി നമ്പർ ആണെങ്കിലും അത് കിട്ടാൻ സാധ്യതയില്ല. അത് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അവർ ഓൾറെഡി വലിയ പ്ലേയേഴ്സ്. ആദ്യമേ അവർക്ക് 10 കിട്ടിയിട്ടുണ്ടാവില്ല ഇല്ലേ. കളിച്ച് തുടങ്ങുന്ന സമയത്ത് അവർക്ക് 10 കിട്ടിയിട്ടുണ്ടാവില്ല. അവർ കളിച്ച് ഫേമസ് ആയതിനു ശേഷമാണ് അവർക്ക് എന്ത് കിട്ടുക, ഈ 10 കിട്ടുക. അപ്പോൾ അത് ചില എന്താ പറയുക റിച്വൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തുള്ള ഓരോ ദേവതകൾ, പുറത്ത് മീൻസ് ഓരോരോ സമ്പ്രദായത്തിലുള്ള ഓരോ ദേവതകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ഇപ്പോൾ ചില അതേപോലെ തന്നെ ചില നമ്പർ ഭയങ്കര മോശമാണെന്ന് പറയും. ഇത് ഒരു സ്ഥലത്ത് മോശമെന്ന് പറയുന്നത് അപ്പുറത്തെ സ്ഥലത്ത് ഭയങ്കര നല്ലതെന്നും പറയും അല്ലേ. ഓരോരുത്തരുടെ ആൾക്കാർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ 12 രാശി നമ്മൾ പറയുന്നല്ലോ, ഒരു വൃത്തം. ആ വൃത്തത്തിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് 12 രാശി. ഇതിനെ 13 ആയിട്ട് ഡിവൈഡ് ചെയ്തൂടെ? അങ്ങനെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അങ്ങനെ എടുത്ത് പ്രവചനം നടത്തുന്ന ജ്യോതിഷ ക്രമങ്ങളുമുണ്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, കേവലം ഒരു ദേശകാലങ്ങൾക്ക് അടിസ്ഥിതമാക്കിയിട്ടല്ല ഇതിനെ പറയേണ്ടത്. ഇത് കുറച്ച് വാസ്റ്റ് ആൻഡ് വൈഡ് സബ്ജക്റ്റാണ്. 13, 16, 24 രാശിയാക്കാം. അത് നമുക്ക് എടുക്കാവുന്നതിനെയാണ് നമ്മൾ ഈ 12, 13 ഒക്കെ ആക്കി എടുക്കുന്നത് അല്ലേ. ഒരു 360 ഡിഗ്രി ആണല്ലോ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 360 ഡിഗ്രിയെ 12 മാത്രമായിട്ടല്ലല്ലോ, 13, 16, 18 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര രാശി കിട്ടും? മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനും ഇതിനെല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ രീതിക്ക് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിലാണ് ഈ പറഞ്ഞ കൃത്യത. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ഡെപ്തിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. നമസ്കാരം.